ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം നമഃ ശിവായ ശിവായ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമാം രം രക്തേശ്വര്यै നമാം. നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതേ നമഃ. ഓം ഹ്രീം നമ. ഓം രം രക്തേശ്വര്यै നമ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനൻ നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം. ശ്രീചക്രമധ്യേ നിലയാം ശ്രീം മൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വാൽമീകി രാമായണത്തിൻ്റെ ഈ പുണ്യമാർന്ന ദിവസത്തിലേക്ക് വിനീതമായ സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നല്ലവരായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇന്നും എപ്പോഴും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരമായി മാറുവാൻ, അനുഗ്രഹമായി മാറുവാൻ ജഗദീശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ശ്രീമതി അജിത മുരളി നമസ്കാരം. ശ്രീമതി അനിജ രഘുനാഥ് നമസ്കാരം. ശ്രീ പ്രകാശ് നമസ്കാരം. ശ്രീദേവി നമസ്കാരം. ദിനേശ് ദിവാകരൻ നമസ്കാരം. രാധ സദാശിവൻ നമസ്കാരം. സൈച്ചേട്ട നമസ്കാരം. നമസ്കാരം ശ്രീദേവി. അപ്പം എന്തായിരുന്നാലും ഇന്നലെ നമുക്ക് ലൈവിൽ എത്താൻ സാധിച്ചില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ജയശ്രീ ശ്യാം നമസ്തേ. രാജേഷിൻ്റെ മകളുടെ കാര്യം മിനിയാന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ അവിടെ പോയിരുന്നു. അമ്പലത്തിലെ കഴിഞ്ഞിട്ട് അവിടെ പോവുകയായിരുന്നു. ഞാനും വൈഫൂടെ പോയിട്ട് ഏകദേശം 9:30 തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ആ സമയത്ത് നല്ല മഴയുടെ ഒരു ഇതുകൂടെ ഉള്ളത് കൊണ്ട് യാത്ര വളരെ പ്രയാസകരമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്നലെ ലൈവിൽ എത്താതിരുന്നത്. ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ അന്ന് പറഞ്ഞിരുന്ന സംഭവം എന്ന് പറഞ്ഞിരുന്നത് ഖരവധം നമ്മൾ പറഞ്ഞു. ശൂർപ്പണകാഗമനവും ഖരവധവും കൂടാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ശൂർപ്പണകയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുകയും ഖരനെ വധിച്ചതും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ മഹർഷിമാരെല്ലാം ശ്രീരാമചന്ദ്രനുമൊക്കെ ഒരുപാട് ജയശ്രീ ശ്യാം നമസ്തേ ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ നൽകി, ആയുധങ്ങളൊക്കെ കൊടുത്തതെല്ലാം എടുത്തിട്ട് പറഞ്ഞു, അങ്കുലീയവും ചൂടാരത്നവും കവചവും 3 സ്മാരകമായിരിക്കുന്ന വിശിഷ്ടങ്ങളായിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് ലഭ്യമായത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിനുശേഷമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടായ വിഷയം
രാവണൻ അറിയുന്നതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത്. രാവണന് പ്രധാനമായിട്ടൊരു 3 ചാര ആൾക്കാരന്മാരുണ്ടായിരുന്നു, ചാരന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പ്രകാശ് നമസ്തേ. അതായത് ശുഗനെന്നും സാരണനെന്നും അകമ്പനൻ എന്നും പേരുള്ള 3 പേരുണ്ടായിരുന്നു. അപ്പൊ അതിലെ അകമ്പനൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മാതൃ സംബന്ധമായ രീതിയിൽ നോക്കിയാൽ അദ്ദേഹം രാവണന്റെ അമ്മാവനായിട്ട് വരും എന്നാണ് പറയുക. അപ്പൊ അദ്ദേഹം ഇവരുടെ ഇടയിൽ, രാവണന്റെ ഇടയിലെ ഒരു ചാരനായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് പ്രകാശൻ മനസ്സിലായില്ലേ? ഗീതാമോഹൻ നമസ്തേ. പ്രകാശൻ മനസ്സിലായില്ലേ? ഇല്ല. സത്യത്തിൽ പ്രകാശൻ എനിക്കത് മനസ്സിലായില്ല. ഇപ്പം ഇതിനകത്തിൽ പ്രകാശൻ ഫോട്ടോയും വരുന്നില്ലല്ലോ ആരുടെ. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ പതാക ഒരുവിധ ആൾക്കാരെല്ലാം ഇട്ടേക്കുന്നതായതുകൊണ്ട് നമുക്കത് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കണം. അപ്പം അങ്ങനെ ഈ അകമ്പനൻ ആണ് ഇവരുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പം അങ്ങനെ രാവണന്റെ അടുക്കൽ ചെന്ന് അകമ്പനൻ ചെന്നിട്ട് പറയുകയാണ് ഇങ്ങനെ, ഖരൻ ദൂഷണാദികളൊക്കെ ചെന്നിട്ട്, രാധാമണി, ഗോപാലകൃഷ്ണൻ രാധാമണി നമസ്തേ. അപ്പം ചെന്നിട്ട് ഇങ്ങനെ യുദ്ധം ഉണ്ടായി എന്നും ആ യുദ്ധത്തില് 14,000-ഓളം അസുരപ്പട ഛിന്ന ഭിന്നമായി മാറി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതുപോലെ ഖരനൊക്കെ മരിക്കുകയും ഖരന്റെ ശിരസ് ലങ്കയുടെ മുകളിൽ, ഉത്തരഗോപുരത്തിന്റെ മുകളിൽ വന്ന് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് കേട്ട രാവണന് സ്വാഭാവികമായിട്ടും തോന്നും, ഒരു ദേഷ്യം തോന്നും. അങ്ങനെ ദേഷ്യം തോന്നിയിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലുവാ വേണ്ടത്. ഇത് എൻ്റെ അടുക്ക വന്ന് പറയാൻ നിനക്ക് എത്രമാത്രം ധൈര്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ നിന്നെ കൊല്ലുവാണ് വേണ്ടത്. പക്ഷേ ഒരൊറ്റ തൊഴി അങ്ങ് വെച്ച് കൊടുത്തു രാവണൻ. സ്വന്തം അമ്മാവിനെ ഒന്ന് ആലോചിക്കണം. ഹരിച്ചേട്ടാ നമസ്കാരം. ഉളനാട് ഹരികുമാർ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നമുക്കെല്ലാവർക്കും അറിയല്ലേ? ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് ശ്രീ ഉളനാട് ഹരികുമാർ. ശരിക്കും ഹരിച്ചേട്ടൻ്റെയൊക്കെ ഒരു രാപകലുള്ള പ്രയത്നം, ഹരിച്ചേട്ടനാണെങ്കിൽ അത് തന്നെ, അജിയാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഇവര് അവിടെ ഒരു പറ്റം ആൾക്കാരോട് ചേർന്ന് രാപകൽ കടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇന്ന് ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു ക്ഷേത്രമായിട്ട് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാറിയതെന്നുള്ളതാണ്. അതിൻ്റെ ഒരു മുൻപിലെ സാരഥിയാണ് നമ്മുടെ ഈ ഉളനാട് ഹരികുമാർ എന്ന് പറഞ്ഞ ആളാണ്. എനിക്കൊന്ന് ഹരിച്ചേട്ടന് നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഹരിച്ചേട്ടന് വന്നത് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. ഹരിച്ചേട്ടനെ പോലുള്ള ഒരാൾ ഉളനാട് ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹമായിട്ട് തന്നെ ഇത് കരുതുകയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തതുപോലെ, നിങ്ങൾ ഉൾനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ആര് ചെന്നാലും ഹരിച്ചേട്ടൻ എല്ലാവരോടും വന്ന് സംസാരിക്കും. എല്ലാവരുടെ അടുക്കലും വന്നൊന്ന് സംസാരിച്ചിട്ട് എല്ലാവരെയും പരിചയപ്പെടുകയും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാനും ഒക്കെ ഉണ്ടെങ്കിൽ ഹരിച്ചേട്ടൻ കൃത്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി. പൊതുവെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. പിന്നെ പൊതുവായിട്ട് പൊതുപ്രവർത്തകൻ കൂടിയിട്ടായതുകൊണ്ട് സമൂഹത്തിലെ ആൾക്കാർ, ഈ സമൂഹം പൊതുജനം പല വിധമല്ലേ. അപ്പോൾ എല്ലാവരെയും ഒന്ന് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ മേയിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ് ഹരിച്ചേട്ടൻ. എന്തായിരുന്നാലും ഹരിച്ചേട്ടൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീ പ്രകാശൻ പറഞ്ഞെങ്കിൽ ഇന്നലെ ലൈവ് കണ്ടില്ല, അതുകൊണ്ട് മനസ്സിലായി കാരണം. ഓക്കെ ഏട്ടാ.
പിന്നെ ഷാജി നമസ്കാരം. കോഴിക്കോടാണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ എല്ലാം മഴയുടെയൊക്കെ എല്ലായിടവും മഴയുടെയൊക്കെ പ്രശ്നമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതൊക്കെ ഇരുന്ന് കഥ പറയുവാന്നൊക്കെ ആർക്കൊക്കെ തോന്നും. പക്ഷെ എങ്കിലും ഈ സമയത്തൊരു ഈ കർക്കിടക മാസത്തിലൊരു സത്സംഗം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് തൊഴി കിട്ടിയ കഥയാണ്. നമ്മളുടെ രാവണൻ സ്വന്തം അമ്മാവന് ഒരു തൊഴി കൊടുത്ത ആളാണ്. അപ്പം ഇതൊരു രാവണനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു കാര്യമാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ലോകം മുഴുവൻ അത് അറിയും എന്നുള്ളൊരു കാര്യം. ഇന്ന് രാവണൻ അന്നത്തെ ദേഷ്യം കൊണ്ടാണ് അത് ചെയ്തത് എങ്കിൽ പോലും ഇന്നും നമ്മൾ അറിയുന്നുണ്ട് സ്വന്തം അമ്മാവനെ തൊഴിച്ച ആളാണെന്ന്. ദേഷ്യം വന്നപ്പോൾ സ്വന്തം അമ്മാവനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്ഥാനമാണ്. അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഉള്ളത് അമ്മാവനാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അച്ഛന് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുത്ത് ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരാൾ, ചെറിയച്ഛനോ കൊച്ചച്ഛനോ വല്യച്ഛനോ ഒന്നും ആ സ്ഥാനമില്ല. സ്ഥാനമുള്ളത് അമ്മാവനാണ്. അതാണ് പണ്ട് മരുമക്കത്തായൊക്കെ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അപ്പം ഇങ്ങനെയൊരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ വളരെ പ്രയാസകരമായിട്ട് അദ്ദേഹത്തിന് തോന്നി. കാരണം അകമ്പനന് തന്നെ മനസ്സിൽ തോന്നിക്കാണും താൻ ഇത്രയും കാലം തൻ്റെ അനന്തരവൻ എന്നുള്ള രീതിയിൽ, തൻ്റെ ശേഷക്കാരൻ എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനെല്ലാം കൂടെ നിന്നിട്ട് തൻ്റെ ഭാഗത്തെ തെറ്റല്ല. അവിടെ ഒരാളെ കൊല്ലുന്ന സമയത്ത് നമ്മളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവനാണ്, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ ജീവനാണ് വലുത്. അപ്പോൾ ആ സ്വന്തം ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം. അപ്പം ആ ഒരു തൻ്റെ ജീവനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തിയത് വലിയൊരു കാര്യമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഈ പറയുന്ന തന്നെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടാണെങ്കിലും അതിന് എത്ര കാര്യമാണെന്ന് പറഞ്ഞാലും ശരി, മനസ്സുകൊണ്ടൊരു പ്രയാസം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് തന്നെ ചിലപ്പോൾ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം. ഗീതാജി പിള്ള, അയ്യോ അമ്മ എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു. ഉത്തരാടം, കർക്കിടകത്തിലെ ഉത്തരാടം എന്നാണല്ലേ? അത് 10-ാം തീയതിയാണ്. 9ഉം 10ഉമാണ് ഉത്തരാടം. അതിൽ 9-ാം തീയതി 10ഉം 11ഉമാണ് ഉത്തരാടം വരുന്നത്. അതിൽ 10ആണ് എടുക്കേണ്ടത്. 11 അന്ന് ഉത്തരാടം കുറച്ചേ ഉള്ളൂ. അന്ന് തിരുവോണമാണ്. എനിക്കൊന്ന് അന്നാണെന്ന് തോന്നുന്നു ആവണിയെ വിട്ടവും വന്നേക്കുന്നത്. അപ്പോൾ 10-ാം തീയതിയാണ് ഉത്തരാടം വരുന്നത്. ഇപ്പോൾ രാവിലത്തെ ഒരു ശ്രാദ്ധത്തിൻ്റെതാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആ ദിവസമാണ്. പൂരാടവും ഉത്തരാടവും ഒന്നിച്ചാണ് വരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ ലങ്കയിലേക്ക് വരുന്നത് ശൂർപ്പണഖയാണ്. ശൂർപ്പണഖ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി രാവണൻ്റെ അടുക്കൽ ചെന്നു. രാവണൻ എന്ന് പറയുന്നത് സഹോദരനാണ്. അപ്പോൾ സഹോദരൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത്, നിനക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ശൂർപ്പണഖ പറയുന്ന കാരണമാണ് ഒരു പക്ഷേ രാമായണത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ രാവണന് പറ്റിയ ഒരബദ്ധം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ്. അത് പ്രധാനമായിട്ടും എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് ശൂർപ്പണഖ പറയുന്നില്ല. മറിച്ച് ശൂർപ്പണഖ പറയുന്നത്, ഞാനിങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ സുന്ദരനായിരിക്കും, അതായത് കായാമ്പൂവിൻ്റെ വർണ്ണത്തോട് കൂടിയതും ഇന്ദ്രനീലക്കല്ലിൻ്റെ നിറമുള്ളതും അത്രമാത്രം സുന്ദരിയായിരിക്കുന്ന, വളരെയധികം ഇത്ര സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ അവിടെ കണ്ടപ്പോൾ അവർ നിൽക്കുന്നത് 2 ആശ്രമവാസികളായിരിക്കുന്ന 2 യുവാക്കളാണ്. എങ്കിൽ പോലും അവർ ഒരു താമസ വേഷം ധരിച്ച് വന്നിരിക്കുന്ന കാട്ടിലാണ് എന്നുള്ളതാണ്. വേഷം ധരിച്ചുകൊണ്ട് കാട്ടിൽ താമസിക്കുകയാണ്.
അപ്പോൾ കാട്ടിൽ വസിക്കുന്ന ആ 2 യുവാക്കളിൽ ഒരാളുടെ ഭാര്യയാണ് ഈ സുന്ദരിയായിരിക്കുന്ന സ്ത്രീ. ഇത്രമാത്രം യൗവനയുക്തയും സുന്ദരിയുമായിരിക്കുന്ന ഒരു സ്ത്രീയെ ഈ കാട്ടിൽ കിടന്ന് അവളുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ കളയേണ്ടതല്ല. അതുകൊണ്ട് ഇതെന്തുകൊണ്ടും യോജിക്കുന്നത് ആർക്കാണ്? എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന രാവണനാണ് എന്ന് പറഞ്ഞ് ആ രാവണനായിരിക്കുന്ന തൻ്റെ സഹോദരൻ്റെ മനസ്സിലേക്ക് അന്യ സ്ത്രീയെ പറ്റി വളരെ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാമ സ്വഭാവ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ശൂർപ്പണഖ. ബാലചന്ദ്രൻ ചേട്ടാ നമസ്തേ. അപ്പം ഈ ചെയ്ത ഒരു വലിയ തെറ്റ്. അപ്പോൾ ഇത് പറയുമ്പോൾ അറിയാതെയാണെങ്കിലും അതുവരെ രാവണന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ രാവണന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായത് ഇതുകൊണ്ടാണ്. കാരണം തൻ്റെ സഹോദരി പോലും പറയുന്നു തനിക്ക് ഏറ്റവും യോജിച്ച ആളാണ് എന്ന്. അപ്പം അങ്ങനെ യോജിച്ചിട്ടുള്ള ആ പെൺകുട്ടിയെ എങ്ങനെയും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടാകുന്ന വിധത്തിൽ അവളെ തന്നോടൊപ്പം ആക്കുവാനുള്ളൊരു ആഗ്രഹം തോന്നിപ്പിച്ചത് ഈ ശൂർപ്പണഖയുടെ ഈ വാക്കുകളാണ്. പലപ്പോഴും ഞാൻ പറയാൻ കാര്യം, പലപ്പോഴും നമുക്ക് അശോകൻ ചേട്ടാ നമസ്കാരം. 12 വെച്ച് ഞാൻ അശോകൻ ചേട്ടനെ ഒന്ന് കണ്ടിരുന്നു. ധൃതിയായിട്ട് പോകുന്നതാണ്. തൃപ്പാറ അമ്പലമൊക്കെ ഇപ്പോൾ വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒരുവിധം എല്ലാം അച്ചകോലാർ മുങ്ങുമ്പോൾ ഭഗവാനൂടെ ആ വെള്ളത്തിൽ മുങ്ങുന്നതാണ്. അവിടെ ഒരു ഭഗവാന്റെ മുമ്പിലൊരു നന്ദികേശൻ ഇരിപ്പുണ്ട്. നന്ദികേശൻ്റെ ഇടത്തെ കൊമ്പ് അല്പം ഉയർന്നതാണ് വലത്തെ കൊമ്പിനേക്കാൾ. അപ്പോൾ ആ ഇടത്തെ കൊമ്പൂടെ മുങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ തൃപ്പാറ അമ്പലത്തിന് തൊട്ടപ്പുറത്തൊരു തൃക്കോവിൽ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അതായത് അരയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ്. 4 കൈകളുണ്ട്. ശംഖചക്രം ഗദാപത്മങ്ങളിൽ താമര ഇരിക്കുന്ന കയ്യിൽ ആ കയ്യ് ഏണിന് കൊടുത്തിരിക്കുന്ന ഒരു ഭഗവാന്റെ രൂപമാണ്. അവിടുത്തെ നമസ്കാര മണ്ഡപത്തിലെ വടക്ക് പടിഞ്ഞാറ് തൂണിലാണ് പിന്നെ തൃപ്പാറ മഹാദേവൻ ഇരിക്കുന്നതെന്നാണ്. പിന്നെ അവിടെയാണ് പൂജകളും ഒക്കെ. പിന്നെ ഇവിടെ കൊമ്പിൽ നിന്നും താഴെ വെള്ളം എപ്പോഴാന്ന് പറയുന്നത് അപ്പോഴേ ഭഗവാൻ ഇനി വരത്തുള്ളതെന്നാണ് പറയുന്നത്. അത്ര വിശേഷതയുള്ള ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ശ്രീ അശോകൻ ചേട്ടൻ. സന്തോഷം ഹരിച്ചേട്ട. ഹരിച്ചേട്ടൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. ചേട്ടൻ എനിക്ക് അത്രമാത്രം ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഉള്ളനാട്ടിൽ ഞാൻ സപ്താഹം നടത്തിയിട്ടുമുണ്ട് പണ്ട്. അപ്പോൾ അവിടുത്തെ മേശാന്തി എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. എന്തൊരു കാര്യത്തിനും ഉള്ളനാട്ടിൽ എന്തൊരു കാര്യത്തിനും എപ്പോഴും എന്നെ അറിയിക്കാറുമുണ്ട്. പറ്റുന്ന സമയത്തൊക്കെ എത്താറുമുണ്ട്. എല്ലാ വർഷവും അവിടുത്തെ തിരുവോണ സദ്യ വിളമ്പാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യവാനാണ് ഞാനെന്നുള്ളതാണ്. ഞാനും എൻ്റെ കുടുംബവും. അപ്പം അങ്ങനെ ഇതുപോലെയുള്ള അവസ്ഥകൾ നമ്മളുടെ മനസ്സിൽ തെറ്റായ ചിന്തകളെ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് എനിക്ക് ഒരാളോട് വിരോധമുണ്ട് എന്നിരിക്കട്ടെ. ഇപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ശ്രീദേവിയോട് ഒരു വിരോധമുണ്ട് എന്നിരിക്കട്ടെ. അപ്പം എനിക്ക് ശ്രീദേവിയോട് വിരോധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശ്രീദേവിയോടുള്ള ശത്രുതയെ എങ്ങനെയാണ് എനിക്ക് സാധിക്കില്ല ശ്രീദേവിയോട് യുദ്ധം ചെയ്ത് ശ്രീദേവിയെ തോൽപ്പിക്കാൻ. അപ്പം എന്തു ചെയ്യും? ഞാൻ അതിനെന്ത് ചെയ്യും? മറ്റൊരാളെ അതിന് തയ്യാറാക്കും. മറ്റൊരാളോട് വളരെ മോശമായ വിധത്തിൽ ശ്രീദേവിയെ പറ്റി പറഞ്ഞു എന്നിരിക്കട്ടെ. പറഞ്ഞ് അവർ തമ്മിൽ യുദ്ധമുണ്ടായി, അവർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ശ്രീദേവിക്കുണ്ടാകുന്ന പരാജയമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ഒരു ലക്ഷ്യമാണ് ഇവിടെ ശൂർപ്പണഖ രാമനോടുള്ള തൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ സീതയോടുള്ള പ്രതിഷേധം രാവണനിലേക്ക് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരു വാക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് അതൊരു ആയുധത്തെക്കാൾ മൂർച്ചയുള്ള തലത്തിലായി അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ ഏതൊരായുധവും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടാണ് ആ ആയുധത്തിൻ്റെ ബലം കൂടുന്നത്. ഒരു വലിയ മൂർച്ചയുള്ള ആയുധം കിട്ടിയത് കൊണ്ട് മാത്രം ഒരാളെ കൊല്ലാൻ പറ്റിയെന്ന് വരുന്നില്ല. ഒരു ചെറിയ സൂചി മതി. അത് കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊള്ളുകയാണ് എങ്കിൽ ഒരു ചെറിയ സൂചിയാണെങ്കിലും അതൊരു മരണകാരണമാകാം എന്നുള്ളതാണ്. അപ്പം എന്തായിരുന്നാലും അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, ആരുപയോഗിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്
അതിൻ്റെ ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ ഇവിടെ ഈ രാവണന് സംഭവിക്കപ്പെടുന്നത്, അതായത് 10 തലകളുടെ ബുദ്ധിയുള്ള ആളാണ് രാവണൻ. നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന പോലെ സൈഡിലോട്ട് 5 തലയുള്ള രീതിയിലുള്ള ആളല്ല രാവണൻ. 10 തലയുള്ള രാവണൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 10 തലയുടെ ബുദ്ധികൾ ഒരേ സമയം ഉപയോഗിക്കുവാൻ കഴിവുള്ള ആളാണ് രാവണൻ. ദശമുഖനായിരിക്കുന്ന രാവണൻ, അത്രമാത്രം ശക്തിയുള്ള ആളാണ് രാവണൻ. രാവണൻ നിസ്സാരക്കാരനല്ല. ഭഗവാൻ ശ്രീപരമേശ്വരന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നാമം ജപിച്ചു പ്രാർത്ഥിച്ചപ്പോൾ മടിയിലിരുന്ന പാർവതീദേവിയെ പോലും എടുത്തു മാറ്റി വെച്ചുകൊണ്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ പോലും ആനന്ദ നടനമാടിയതാണ്. ഭഗവാൻ പരമേശ്വരൻ ഇരിക്കുന്ന കൈലാസം എടുത്ത് തൻ്റെ കൈകളിൽ വെച്ച് അമ്മാനമാടുവാൻ തുടങ്ങിയ ആളാണ് രാവണൻ. അപ്പം നിസ്സാരക്കാരനല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിരിക്കുന്ന മോശക്കാരനുമല്ല. അപ്പൊ അത്രമാത്രം ശക്തിയുള്ള ആള്, 10 തലയുടെ ബുദ്ധിയുള്ള ഒരാളുടെ അടുക്കൽ ഒരു സ്ത്രീയുടെ വാക്കുകൾ അവൾ കൃത്യമായിട്ട് അവൾ പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെടുന്ന തൻ്റെ ശത്രുത എന്ന് പറയുന്ന അവസ്ഥയെ മറ്റൊരാളിലൂടെ അത് സ്വയം അതിനൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളെയാണ് നമ്മളിവിടെ ശൂർപ്പണഖയിലൂടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായി മാറപ്പെട്ടു രാവണൻ എന്നുള്ളതാണ്. പക്ഷേ ഈ രാവണനും രാമനും ഒക്കെ സൗഹൃദമായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് എത്രമാത്രം പ്രയോജനകരമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകുമായിരുന്നു. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ. അപ്പോൾ അതിന് സംഭവിക്കാതിരുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് അവനോടൊപ്പമുള്ളവരുടെ വാക്കുകളും അവനോടൊപ്പമുള്ളവരുടെ പ്രവർത്തികളുമാണ് അവനിലെ സ്വഭാവത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗീതാ രാമേന്ദ്രൻ, നമസ്കാരം അമ്മേ. കുറേ കാലമായി അമ്മ ലൈവിലൊക്കെ വന്നിട്ട്, നല്ല തിരക്കിലാണ് എന്ന് തോന്നുന്നു. അമ്പലപ്പുഴക്കാരിയാണ്. അപ്പം നമസ്കാരം. വിവേക വിചാരം, തൻ്റെ പേര് എപ്പോഴും അങ്ങ് മറന്നുപോകും. അപ്പം എന്തായിരുന്നാലും എൻ്റെ ഒരു അനുജത്തിയാണ്. വായനയൊക്കെ ഇന്ന് 6:30-ക്കായിരുന്നു. ഇന്നലത്തെയാണോ നടത്തിയത്, ഞാനൊന്ന് കേട്ടായിരുന്നു കുറച്ചു നേരം. നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പറയുന്ന വിധത്തിൽ ഒരു എത്ര 10 തലയുടെ ബുദ്ധിയുള്ള ആളാണെങ്കിലും അതിന് തക്കതായിരിക്കുന്ന കഴിവുള്ള ആളാണെങ്കിൽ പോലും ചിലരുടെ വാക്കുകൾ ആ വ്യക്തിയെ മോശമായ തലത്തിലേക്ക് ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തി മോശമാകുന്നതിന് വേണ്ടുന്ന പ്രവർത്തികൾ ചെയ്യിപ്പിക്കുവാൻ സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. ഇതിനകത്തിൽ നമ്മൾ രാവണ ശൂർപ്പണഖ സംവാദത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്, രാമായണത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്, ഇവിടെ രാവണൻ എന്ന സ്വഭാവാവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ മാറ്റപ്പെടുന്നതിന് ഇതുപോലെ ചിലരുടെ വാക്കുകൾക്ക് സാധ്യമാകും എന്നുള്ളത് കൊണ്ട് ഒരാൾ വിശാഖ മോളെ ഓക്കെ വിശാഖ ഹരി ഓക്കെ ഞാൻ ചിലപ്പോൾ മറന്നു പോകും, സോറി. അപ്പം അതുകൊണ്ട് ബീന ആനന്ദ് നമസ്തേ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അവയെല്ലാം ശരിയാണോ എന്ന് സ്വയം ബോധത്തോടു കൂടി, അറിവ് മാത്രം നമുക്ക് ജീവിതത്തിൽ പോരാ, അറിവിനോടൊപ്പം ബോധവും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് തിരിച്ചറിവുകളായി മാറപ്പെടുന്നത്. അപ്പോൾ ആ തിരിച്ചറിവുകൾ നമുക്ക് ഇവിടെ ആവശ്യമാണ്. 10 തലയുടെ ബുദ്ധി ഉണ്ടായത് കൊണ്ട് രാവണന് സാധിക്കാതെ വന്നത് ഈ ബുദ്ധി ഉണ്ടായിരുന്നു, പക്ഷെ ബോധമില്ലാതിരുന്നത് കൊണ്ട് തിരിച്ചറിവില്ലാതായിരുന്നു എന്നുള്ളതാണ്. മണ്ഡോദരി എന്ന മഹതിയുടെ ഭർത്താവായിരിക്കുന്ന രാവണൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യമാകരുതായിരുന്നു. അതിന് സഹോദരിയായിരിക്കുന്ന ശൂർപ്പണഖ പറയുകയും ചെയ്യരുതായിരുന്നു എന്നുള്ളത് മറ്റൊരു പരമാർത്ഥം എന്നുള്ളതാണ്. അനവധി ശൂർപ്പണഖമാരുടെ കാലമാണിപ്പോൾ. ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാണ് അവർ ഓരോരുത്തരും കൊണ്ടുവന്ന് സംസാരിക്കുന്നത്. നമ്മളൊക്കെ കേൾക്കുന്നതല്ലേ, അതൊക്കെ പോട്ടെ, അത് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. സുരേഷ് കുമാർ നമസ്തേ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന തൻ്റെ സഹോദരിയായിരിക്കുന്ന ശൂർപ്പണഖ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയെ തൻ്റേതാക്കി മാറ്റുവാൻ ഇനി എന്താണ് അതിനൊരു മാർഗമെന്ന് അന്വേഷിച്ചിട്ട്
എന്ത് ചെയ്തു? രാവണൻ ആദ്യം ഇതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെന്നത് മറ്റൊരമ്മാവനായിരിക്കുന്ന മാരീചന്റെ അടുക്കലാണ്. അപ്പം മാരീചന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ഒറ്റയ്ക്കാണ് രാവണൻ ചെല്ലുന്നത് അവിടെ. അപ്പം മാരീചൻ ചോദിച്ചു, എന്തിനാണ്? ശ്രീവിദ്യ ജയകൃഷ്ണൻ നമസ്തേ. അപ്പം എന്തിനാണ് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ സാകേതാധിപനായിരിക്കുന്ന ദശരഥന് രാമൻ എന്നും ലക്ഷ്മണൻ എന്നും പറയുന്ന 2 പുത്രന്മാരുണ്ട്. അവർ രണ്ടുപേരും ദണ്ഡകാരണ്യ വനത്തിൽ, അതായത് പഞ്ചവടിയിൽ ഒരു അതീവ സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയോടൊപ്പമാണ് അവർ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന കേട്ടു. അവൾ അതീവ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള 2 പേരുടെ അടുക്കൽ ജീവിക്കേണ്ടവളല്ല അവൾ. അവൾ ദശമുഖനായിരിക്കുന്ന ഈ രാവണനായിരിക്കുന്ന അസുരാധിപനായിരിക്കുന്ന ലങ്കാധിപനായിരിക്കുന്ന രാവണന്റെ കൂടെയാണ് അവൾ വസിക്കേണ്ടത്. അതിന് അവളെ എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമെന്ന് സ്വന്തം അമ്മാവനോട് ഒരു തെറ്റ് ചെയ്യുവാനുള്ള സഹായം ചോദിച്ചു ചെല്ലുകയാണ് ഇവിടെ രാവണൻ. ആലോചിച്ച് നോക്കണം. ഒരു തെറ്റ് ചെയ്യുവാൻ നമ്മളുടെ മനസ്സിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ബന്ധമോ സ്വന്തമോ ഒന്നും നോക്കാതെ തന്നെ നമ്മൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും ചെന്ന സ്വന്തം അമ്മാവന്റെ അടുക്കൽ ചെന്ന് ഇത് പറയുമോ? എന്നിട്ടോ രാവണൻ ഇത് കേൾക്കുമ്പോൾ മാരീചൻ പറയുന്നുണ്ട്, 14,000-ഓളം അസുരപ്പടയെ വളരെ നിസ്സാരമായി ഒറ്റയ്ക്ക് നിന്ന് വധിച്ച ആളാണ് രാമൻ. അന്ന് ഒരൊറ്റ അമ്പുകൊണ്ട് എന്നെ കടലിൽ കൊണ്ടിട്ടു. അപ്പൊ അന്ന് മുതൽ പക്ഷേ എനിക്കൊരു ഗുണമുണ്ടായി. അന്ന് മുതൽ ഞാൻ തിരിച്ചിവിടെ വന്നതിന് ശേഷം ഭഗവാന്റെ രാമനാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ശൈലായം നമസ്തേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട് രാമൻ ആരാണ് എന്നുള്ളത്. അപ്പം രാമൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം നിന്റെ ആഗ്രഹം നടപ്പാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് ഉള്ളിൽ പറഞ്ഞു. കാരണം അമ്മാവന്മാർക്ക് ചവിട്ട് കൊടുക്കുന്ന ആളാണ് രാവണൻ. അതുകൊണ്ട് ഒരു ചവിട്ട് താൻ കൂടി മേടിക്കണ്ട എന്ന്, അങ്ങനെ ഒരു പേരുദോഷം കൂടി തനിക്കൂടി കിട്ടണ്ട എന്ന് വിചാരിച്ച് മാരീചൻ പറഞ്ഞു, ഇത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്, അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കൊന്നുകളയെന്ന് പറഞ്ഞു. അമ്മാവനത് നോക്കത്തില്ല, കൊന്നുകളയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും മരണം ഉറപ്പാണ്. മാരീചൻ ചിന്തിച്ചത് അതാണ്, എന്തായിരുന്നാലും തനിക്ക് മരണം ഉറപ്പാണ്. എന്നാൽ പിന്നെ മരിക്കുകയാണെങ്കിൽ നന്നായി മരിക്കരുതോ? എന്താണ്? ഒന്നുകിൽ രാവണന്റെ അടുക്കൽ ചെന്ന് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സഹായിക്കാതിരുന്നാൽ രാവണൻ കൊല്ലും. സഹായിക്കുകയാണ് എങ്കിൽ രാമന്റെ മുമ്പിൽ വീണ്ടും ചെല്ലേണ്ടി വരും, രാമനും കൊല്ലും. എന്തായിരുന്നാലും മരണം ഉറപ്പാണ് എങ്കിൽ എങ്ങനെ നന്നായി മരിക്കുന്നതാണല്ലോ ഏറ്റവും ഉചിതം. രാമന്റെ കൈകൊണ്ട് മരിക്കുകയാണ് എങ്കിൽ, ഒന്നുമല്ലെങ്കിൽ പുണ്യമായിട്ട് ഭഗവാന്റെ ഒരു കൈകൾ കൊണ്ട് മരിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു പുണ്യമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു മാനിന്റെ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെല്ലണം. എന്നിട്ട് രാമനെയും ലക്ഷ്മണനെ അവിടുന്ന് മാറ്റുമ്പോൾ ഞാൻ ആ സമയത്ത് സീതാദേവിയെ കൊണ്ടുവന്നുകൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് മാരീചൻ ഒരു സ്വർണമാനിന്റെ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെല്ലുന്നത്. കാരണം ഇത് ചിലരുടെ അവസ്ഥകളാണ്. ഈ മാരീചനുമാണ് നമ്മൾ ഇവിടെ ഒരു നിമിഷം ഒരു നിമിഷം ചിലപ്പോൾ നമ്മൾ മാരീചന്മാരായി നമ്മൾ മാറപ്പെടും. കാരണം എന്താണെന്നറിയാമോ? ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്യുന്നതിന് കൂട്ടു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹവുമില്ല, പക്ഷേ ചില സാഹചര്യങ്ങളിൽ എനിക്കൊന്നും പറ്റാതെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പെട്ടുപോയതാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതേ അവസ്ഥയാണ് ഇവിടെ മാരീചനും വന്ന് സംഭവിക്കപ്പെട്ടത്. മാരീചന്റെ മനസ്സിലെ ഒരു ആഗ്രഹത്രേ ഉള്ളൂ, രാമനെ കൊണ്ട് മരിക്കുക എന്നുള്ളതാണ്. ഇനി അതേ ഉള്ളൂ സാധ്യമാകുക. രാവണനെ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല. എങ്കിൽ പോലും ഈ ഒരു ചിന്തകൾ കൊണ്ടാണ് അദ്ദേഹം സ്വർണമാനിന്റെ വേഷം ധരിച്ചുകൊണ്ട്
ഇവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഇവരുടെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അതീവ സൗന്ദര്യമുള്ള സ്വർണ്ണവാണിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? സീതാദേവിയുടെ മനസ്സിലൊരാഗ്രഹം. നമ്മൾ ഇനിയും ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ മുമ്പേ രാവണനായി, ശൂർപ്പണഖയായി, രാവണനായി, പിന്നിപ്പോൾ മാരീചനായി, ഇനി നമ്മൾ അടുത്ത് പോകുന്നത് സീതയായി മാറുകയാണ്. നമ്മൾ എന്താണെന്നറിയാമോ? നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എവിടെയാണോ നമ്മൾ ചെന്നിരിക്കുന്നത് ആ സ്ഥലവും നമ്മളുടെ സാഹചര്യവും നമ്മളുടെ അവസ്ഥകളും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കാവും, ചിന്തിക്കാവും. ഇവിടെ സീതാദേവിക്കും പറ്റിയ ഒരു അബദ്ധം അതാണ്. ഇവർക്കൊക്കെ അബദ്ധം പറ്റിയെന്ന് നമ്മൾ ഇവരെ വിശകലനം ചെയ്യുകയല്ല, മറിച്ച് ഇത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടുകളായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലിരുന്ന് നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതായത് താപസ വേഷം ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് എത്തിയത് രാജകീയ സുഖങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ്. അപ്പോൾ രാജകീയമായിരിക്കുന്ന സുഖങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടിടത്ത് നമ്മളുടെ മനസ്സിൽ ഈ സന്യാസം എന്ന് പറയുന്ന തപോധനന്റെ വേഷം ധരിച്ചു കൊണ്ട് നമ്മൾ വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് താൻ ചെന്ന് നിൽക്കുന്നത്, തന്നോടൊപ്പം ഉള്ളവരുടെ സാഹചര്യവും നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കില്ല, നമ്മൾ നമ്മുടെ സാഹചര്യം മാത്രം മനസ്സിലാക്കും. നമ്മളോടൊപ്പം ഉള്ളവരുടെ സാഹചര്യത്തെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇവിടെ രാമൻ തന്നെ പറയപ്പെടുന്നുണ്ട് ഒരു കാര്യം. എനിക്ക് ഈ മാനിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഇത്രമാത്രം ഈ സ്വഭാവ രൂപത്തിൽ ഒരു മാന് ഈ കാട്ടിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതേതെങ്കിലും മായാവിയുടെ പ്രവർത്തനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ആഗ്രഹം അങ്ങ് വെടിഞ്ഞേക്കുക, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞു. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലതിനെയൊക്കെ പരിപൂർണമായി നമ്മൾ ഉപേക്ഷിക്കേണ്ടവരാണ്. നമ്മൾ അത് ഉപേക്ഷിക്കാൻ അവിടെ സീതാദേവിക്ക് അന്ന് രാമൻ പറഞ്ഞ കാര്യം സീതാദേവി അത് കേട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കുമുണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ വെച്ച് നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഈ ആഗ്രഹങ്ങൾ നമ്മൾ ചിലപ്പോൾ അതങ്ങ് പറയും, ചിലപ്പോൾ അത് പറയരുതാത്തൊരു സാഹചര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കണം. നമ്മൾ ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഇത് പറയേണ്ടതാണോ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അത് പറയുന്നത് ശരിയാണോ എന്നൊരു ആത്മവിശകലനം ചെയ്യപ്പെടുവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ ഒരു ആത്മവിശകലനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകാത്തിടത്തോളം കാലം നമ്മൾ ഈ സീതാദേവിയെ പോലെ നമ്മളും ചെന്ന് അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ്. ഇത് പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ചിന്തിക്കേണ്ട, മായാവിയുടേതാണ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പറ്റില്ല. അങ്ങേക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോട് പറയും. ലക്ഷ്മണനോട് പറഞ്ഞാൽ ലക്ഷ്മണൻ ഇത് അപ്പം കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരീചൻ്റെ പുറകെ, സ്വർണ്ണമാനിൻ്റെ പുറകെ രാമൻ പോയതാണ്. ചിന്തിക്കപ്പെടണം, രാമനും ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ രാമനായി നമ്മൾ പിന്നെ മാറി. ഭഗവാന്റെ അവതാരമായ രാമനെ അല്ല നമ്മൾ ചിന്തിക്കപ്പെടുന്നത്. കാരണം ഈ സമയത്താണ് ഈ സീതാദേവിയെ മാറ്റപ്പെടുന്നത്. അഗ്നിപുത്രിയായിട്ട് അഗ്നിങ്കലേക്ക് സീതാദേവിയെ ലയിപ്പിച്ചുകൊണ്ട് പുതിയൊരു സീതാദേവിയെ മാറ്റപ്പെടുകയാണ്. ഇന്ദ്രാണി എന്ന് പറയുന്ന ആള്, ഒരു ദേവേന്ദ്രന്റെ ഭാര്യയായിരിക്കുന്ന ഇന്ദ്രാണിക്ക് സീതാദേവിയുടെ വേഷം കെട്ടി അവിടെ വരുന്നതാണ് എന്ന് ഒരു കഥ പറയുന്നുണ്ട്. അതുപോട്ടെ, എന്തായിരുന്നാലും ശരി, കാട്ടിലേക്ക് മരീചൻ പോയപ്പോൾ മരീചനോടൊപ്പം അതിനെ പിടിക്കാനായി രാമൻ പോകുമ്പോൾ ചിന്തിക്കപ്പെടേണ്ടത്, തന്നോടൊപ്പം ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റു പറ്റുന്നു, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി ഈ ആളിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആള് രാമനാണ്. അതിനുള്ള കഴിവും ബോധവും രാമനുണ്ട്. ഇപ്പൊ തന്നോടൊപ്പം ഇപ്പൊ ചില വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചിലതൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കൃത്യമായി അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ
മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ അവിടെ ഒരു അപകടത്തിന്റെ സാധ്യത ഇല്ലാതായിക്കൊള്ളും. അപ്പൊ ഈ അപകടത്തിന്റെ സാധ്യത അവിടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന സാഹചര്യങ്ങളെ കൃത്യമായി നമ്മളോടൊപ്പമുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ രാമന് അത് സാധ്യമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു, ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞതിനെ വിശകലനം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കപ്പെട്ടത്, അതിനുണ്ടായിരിക്കുന്ന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഏതാണ്, ഈ സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും നമ്മൾ കൃത്യമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് നമുക്ക് ഉത്തമമായിരിക്കുന്ന ബോധ്യം നമുക്ക് അവിടെ ഉണ്ടാകണം. അപ്പൊ രാമൻ എന്ത് ചെയ്ത്, ഈ മാരീചന്റെ പുറകെ പോകുമ്പോൾ അല്പനേരം കഴിഞ്ഞപ്പോൾ ഇത് രാമന് മനസ്സിലായി, ഇത് നിസ്സാരമായിരിക്കുന്ന ആളല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ശരം എഴുത് ഈ മാനിനെ അങ്ങ് വീഴ്ത്തി. ജീവനോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൊന്നെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം എന്ന് വിചാരിച്ചു കാണും എന്ന് നമ്മൾ പറയുന്നു. ശ്രീരാമചന്ദ്രൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ശ്രീരാമചന്ദ്രന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ചിന്തിക്കും, ഇനി അല്ലെങ്കിൽ നിനക്ക് കിടന്നു കൊടുക്കണ്ട, ഇനി അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊന്നം കൊണ്ട് കൊടുത്തേക്ക്, തിന്നങ്ങ് തീരട്ടെ ആഗ്രഹം, അല്ലേ? ചില ഭർത്താക്കന്മാരായിട്ടുള്ളവർ ചിന്തിക്കും. അത് ഒരു പക്ഷേ ആണുങ്ങൾക്കത് മനസ്സിലാവും, അമ്മമാർക്ക് സ്ത്രീകൾക്ക് അതൊരു പക്ഷേ ഒരു ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാൽ പോലും അപ്പം അങ്ങനെ കൊല്ലുന്ന സമയത്ത്, അസ്ത്രം തൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം വിളിച്ചത്, അല്ലയോ സീതേ, ലക്ഷ്മണ എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ ശബ്ദത്തിലാണ് വിളിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശബ്ദം അങ്ങ് അപ്പുറത്ത് കേട്ടു, ലക്ഷ്മണനും സീതാദേവിയും കേട്ടു. ഇത് കേട്ട പാടി ശ്രീരാമചന്ദ്രനെ നന്നായി അറിയാവുന്ന സീതാദേവി പോലും പറഞ്ഞു, കണ്ടോ എൻ്റെ ഭർത്താവിന് അപകടം പറ്റിയിരിക്കുന്നു, നീ എത്രയും വേഗം പോയി ചെന്ന് അദ്ദേഹത്തിന് വേണ്ട സുരക്ഷിതത്വം കൊടുക്കാൻ എന്നൊരു ഭാര്യയുടെ തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജ്യേഷ്ഠത്തി, അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ജ്യേഷ്ഠന്റെ ശബ്ദം കേട്ടാൽ പരിപൂർണമായി എനിക്ക് ബോധ്യമാകും ഇത് രാമന്റെ ശബ്ദമല്ല, ഇതാ അസുരന്മാരാരുടെയോ മായയാണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി ഉറപ്പിച്ച് തന്നെ ലക്ഷ്മണകുമാരൻ പറഞ്ഞത് കേട്ടപ്പോൾ ഇവിടെ സീതാദേവി അടുത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ. ഒരു പക്ഷേ സീതാദേവിയെ പോലെ ഒരാളിൽ നിന്ന് ഒരിക്കലും നമുക്ക്, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ഒരിക്കലും നമ്മൾ കേൾക്കരുതാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. നീയും ഭരതനെ പോലെയായി മാറുന്നു. എന്താണ്? രാമൻ അവിടെ പോയി മരിച്ചു കഴിഞ്ഞാൽ രാമരാജ്യവും ലഭിച്ചിട്ട് ഒപ്പം രാമന്റെ ഭാര്യയായിരിക്കുന്ന സീതയായിരിക്കുന്ന എന്നെയും കൂടി നിന്റെ ഭാര്യയായി കൊണ്ടുപോകാമെന്ന് നീ ചിന്തിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. രാമൻ മരിച്ചാൽ ഞാനും പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഓ, ലക്ഷ്മണകുമാരൻ ഇങ്ങനെ ചെവിക്ക് പൊത്തി. കാരണം തൻ്റെ അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവിം വിധി ഗച്ഛതാത യഥാസുഖം. രാമൻ ദശരഥനാണെന്നും സീതാദേവി സുമിത്രയായിരിക്കുന്ന താനാണെന്നും അടവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കാടെന്ന് പറയുന്നത് അയോധ്യയാണെന്നും തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ട ആളാണ് തൻ്റെ അമ്മ സുമിത്രാദേവി. അപ്പൊ സുമിത്രാദേവിക്ക് തുല്യയായിരിക്കുന്ന സീതാദേവി തൻ്റെ മുഖത്ത് നോക്കി ഇത്രമാത്രം നിഷ്ഠൂരമായിട്ട് ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് സീതാദേവി പോലും പറയുന്നത്, ഉറപ്പില്ല എങ്കിലും ഒരു ധാരണയുടെ വിശ്വാസത്തിൽ പുറത്ത് പറയുകയാണ് അത് ശ്രീരാമനാണ് എന്ന് പറയുക. സ്വന്തം ഭർത്താവിൻ്റെ കഴിവിലും ഗുണത്തിലും പ്രാപ്തിയിലും ബോധ്യമാകാതെ വരുമ്പോഴാണ് സ്ത്രീകൾ ഇതുപോലെ സംസാരിക്കുന്നത്. ഭർത്താവിനെ പറ്റിയും അല്ലെങ്കിൽ വീട്ടുകാരെ പറ്റിയൊക്കെ വളരെ മോശമായി സംസാരിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അതെന്താണ്? സ്വയം അവർക്ക് അവരെ പോലും ഒരു വിലയും ബലവും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മണൻ പറഞ്ഞിട്ട് ചെവി കൊത്തിയിട്ട് പറഞ്ഞു, ഇത് നിന്റെ അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ നാശത്തിന്റെ തുടക്കമാണ്. അപ്പോഴാണ് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ കാര്യം. കാരണം സീത മാറി, യഥാർത്ഥ സീതയാണെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ പറയില്ല, ഇതൊരു മായാസീതയാണ് എന്നുള്ളതാണ്. അപ്പോൾ മായാസീത എപ്പോഴും ചിന്തിക്കുന്നത്
തെറ്റായ തലത്തിലൂടെ മാത്രമേ ചിന്തിക്കപ്പെടത്തുള്ളൂ. അങ്ങനെ തെറ്റായ തലത്തിൽ ചിന്തിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സീതാദേവിയുടെ അടുക്കൽ നമുക്കറിയാം ഒരു വര വരച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ലക്ഷ്മണരേഖയാണെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ സീതാദേവിയുടെ അടുക്കൽ നിന്നും ലക്ഷ്മണകുമാരൻ ആ കാവൽ നിന്നിരുന്ന തന്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് പ്രകാരം കാവൽ നിന്നിരുന്ന ലക്ഷ്മണൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടെ നിന്നും ജ്യേഷ്ഠനെ തിരക്കിപ്പോയി. അപ്പൊ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദശമുഖനായിരിക്കുന്ന രാവണൻ ഒരു സന്യാസ വേഷം ധരിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞു, ഇനി അടുത്തേക്ക് വരാൻ പറഞ്ഞു ഭിക്ഷ കൊണ്ട്. അങ്ങനെ ഭിക്ഷ കൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഇത്ര അതീവ സുന്ദരിയായിരിക്കുന്ന അല്ലയോ നീയ, ഇതുപോലെ ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എന്നോടൊപ്പം പോരൂ, ഞാൻ ലങ്കാധിപനായിരിക്കുന്ന രാവണനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലങ്കാധിപനായിരിക്കുന്ന ആളെന്ന് പറയുന്നത് രാവണനാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങ് ഈ രാവണനാണെന്ന് കേട്ടറിഞ്ഞിടത്തോളം രാവണനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ പോരൂ, നിന്നെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാം എന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ ഓഫറുകൾ കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ സീതാദേവി തന്നെ പറയുന്നുണ്ട്, നിന്റെ 14,000-ഓളം മാളു ദേവദാസ്, എൻ്റെ അനുജൻ്റെ വേളിയാണ് മാളു. ഞാനിപ്പോൾ ശാന്തിയിരിക്കുന്ന അമ്പലത്തിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. മാളു എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ അനുജനുമായിരിക്കുന്ന ദേവദാസ് ഇപ്പോൾ പൂജ കഴിക്കുന്നത് നമ്മുടെ തിരുവണിമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശിവപുരാണം നടത്തിയ ആ ക്ഷേത്രത്തിലെ മേശാന്തിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സുഭാഷും ശ്രീ ദേവദാസ് അയ്യപ്പൻ്റെ മേശാന്തിയായിരുന്നു. അതായത് പന്തളം കൊട്ടാരത്തിലെ മേൽശാന്തിയാണ്. നല്ല ഒരു കലാകാരനാണ്, കലാമണ്ഡലത്തിൽ പഠിച്ച ആളാണ്, ഒരുപാട് കഴിവുകളുള്ള ആളാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള വളരെ നല്ല സ്വഭാവമുള്ള ഒരാളാണ്. എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ എൻ്റെ നാട്ടിൽ നിന്നും ഞാൻ ദേവദാസിൻ്റെ നാട്ടിലുള്ള ഭഗവാനെ പരമശിവനെ പൂജിക്കാൻ ഇവിടെ നിന്ന് പോകും. ദേവദാസ് അവിടെ നിന്നും എൻ്റെ നാട്ടിലുള്ള ഭഗവാനെ പൂജിക്കാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വരികയും ചെയ്യും. റോഡിൽ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുപോവുകയാണ്. ദേവദാസിൻ്റെ സഹധർമ്മിണിയാണ് മാളു. അപ്പൊ അങ്ങനെ ഇവിടെ സീതാദേവി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാവണനോട്, നിന്റെ അതിശക്തന്മാരായിരിക്കുന്ന 14,000-ഓളം ദുഷ്ടന്മാരായിരിക്കുന്ന അസുരന്മാരെ എൻ്റെ ഭർത്താവ് നിമിഷങ്ങൾക്കകം ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. നിനക്കതറിയാമോ എൻ്റെ ഭർത്താവ് ആരാണ്? ദശരഥന്റെ മകനായിരിക്കുന്ന രാമനെ പറ്റി, രഘുരാമനെ പറ്റി നിനക്ക് എന്തറിയാം? നീ ഒന്ന് മനസ്സിലാക്കൂ, വളരെ നിസ്സാരമായി തന്നെ ഇത്രയും ചെയ്യുന്ന ആളാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് നിന്റെ ജീവനിൽ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് പോകാം എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. മുകേഷ് ഉളവുക്കാട്. നമസ്തേ മുകേഷേ. അപ്പൊ അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാവണൻ ഒന്നുകൂടി കാരണം രാവണനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മുമ്പിൽ ഇനി എത്ര നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അതാണ് ഒരു ദുഷ്ടന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞാൽ ആ ആള് കേൾക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവനിൽ ദുഷ്ടതയുണ്ട് എന്നുള്ളതാണ്. എന്തൊരു ദുഷ്ടനാണ് നീ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിൻ്റെ ഒരു പ്രധാന കാരണവും അത് തന്നെയാണ്. ഒരു ദുഷ്ടനായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ബോധം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ദുഷ്ടതയുണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിക്കണം. ചിലർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്കതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മളിൽ ദുഷ്ടത ബലമായി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ സീതാദേവി രാവണനോട് പറഞ്ഞപ്പോൾ രാവണൻ തൻ്റെ യഥാർത്ഥമായിരിക്കുന്ന രൂപം ധരിച്ച് സീതാദേവിയെ തൊടാൻ പറ്റത്തില്ല. അതൊരു വേറൊരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് സീതാദേവിയെ തൊടാതെ എന്ത് ചെയ്തു? ആ പർണശാല സഹിതം എടുത്ത്
ഈ ഇതിനകത്തിൽ വെച്ചു എന്നുള്ളതാണ്. അപ്പൊ രാവണൻ ആരാണെന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പറയപ്പെടുന്നുണ്ട് സീതാദേവിയോടൊക്കെ. ഈ ചില സ്ത്രീകളോടൊക്കെ വളരെ ഗംഭീരമായിട്ടൊക്കെ പറയും, വലിയ സംഭവമാണെന്നൊക്കെ. സുഭാഷ് നമസ്തേ. വളരെ ഇതായിട്ടൊക്കെ പറയും, എനിക്ക് അവിടെ ആന ഉണ്ടായിരുന്നു, റിസർവ് ബാങ്ക് 2 ഉണ്ടായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ, MBBS LLB എന്നൊക്കെ പറയുന്ന പോലെ, ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെയൊക്കെ രാവണൻ തൻ്റെ മഹിമകളെ സ്വയം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അത്രമാത്രം പ്രത്യേകതകളുള്ള ആളാണ്, രാവണനാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ആളാണ്, അതോടൊപ്പം തന്നെ എനിക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും, ഭഗവാൻ ലോകോത്തര ധനാഢ്യനായിരിക്കുന്ന വൈശ്രവണന്റെ അനുജനാണ് ഞാൻ, അതോടൊപ്പം തന്നെ ബ്രഹ്മപുത്രനായിരിക്കുന്ന പുലസ്തമുനിയുടെ പൗത്രനാണ് രാവണൻ, ഇന്ദ്ര വരുണ കുബേരാദി ദിക്പാലകരെയെല്ലാം ദാസനാക്കിയവനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിസ്സാരക്കാരനല്ല എന്ന് രാവണൻ തന്നെ പറയുന്നുണ്ട്. ആരോട്? ഈ സീതാദേവിയോട്. അതാണ് ഒരു സ്ത്രീയുടെ മറ്റൊരു സവിശേഷത. ഏതാണ്? തൻ്റെ ഉള്ളിൽ ഭർത്താവിനൊരു സ്ഥാനം നന്നായി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണുന്ന ഒരു മനോഹാരിതകളും അവളെ സ്വാധീനിക്കില്ല. അതൊരു സ്ത്രീക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. സ്ത്രീ ഒരു ദേവതയാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ദേവതയല്ലാത്തവരും ഉണ്ട്. ഇന്ന് കണ്ടില്ലേ, കുഞ്ഞിനെ, ഒരു ഡോക്ടറാണ് തൻ്റെ കുഞ്ഞിനെ എടുത്ത് 4 നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞിട്ട് എടുത്തു ചാടാൻ തുടങ്ങും. എന്ത് കാര്യം? ആ കുഞ്ഞ് മരിച്ചു, മനുഷ്യൻ തോന്നും, പുള്ളിക്കാരി ചത്തോ അതുമില്ല. ഇനി ജീവിതകാലം മുഴുവനെയും സ്വന്തം പെറ്റ വയറിന് നന്നായിട്ട് പ്രസവിച്ച ഒരു കുഞ്ഞിന്, ആ കുഞ്ഞിന് പോരായ്മകളൊക്കെ ഉണ്ടാകാം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകളുള്ള കുഞ്ഞുങ്ങളിൽ വേണ്ട എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. നാളെ ഒരു കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക്, ഇപ്പൊ കഴിവുള്ള കുട്ടികൾക്കാണെങ്കിലും ഒരു പോരായ്മകൾ വന്നാൽ നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാതെ ഭഗവാന് നമ്മളോട് വിരോധം ഉണ്ടായിട്ടാണ്, എന്നോട് വിരോധം ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്താണെന്ന് വിചാരിക്കും. നമ്മൾക്കങ്ങനെ അനുഭവിക്കാൻ ഒരു യോഗം ഉണ്ടെങ്കിൽ, ഇപ്പൊ കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയും. ഇപ്പൊ കുട്ടികൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല, അതിനൊരു നിയോഗവും കൂടി ഭഗവാൻ നൽകണം. കാരണം പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, വലിയ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് അതിനെ നന്നായി വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു യോഗവും കൂടിയാണ്. മറ്റേത് ഭാഗ്യമാണെങ്കിൽ ഇതൊരു യോഗവും കൂടിയാണ്. ഈ കുഞ്ഞുങ്ങളെ വെറുതെ വളർത്തിയത് കൊണ്ടല്ല, നന്നായി വളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് ചിലപ്പോൾ ചില പോരായ്മകൾ ഒരു പക്ഷെ നമ്മൾക്ക് ഉണ്ടാകും. ആ പോരായ്മകളെ നമ്മൾ കൃത്യമായി പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉറപ്പായും ഉത്തമ സന്താനങ്ങൾ നമുക്കുണ്ടാകും. ആ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമുക്കറിയാം 5ഉം 9ഉം ഭാവം ജാതകത്തില് സന്താന ഭാഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന ഭാഗങ്ങളാണ്. ചിലപ്പോൾ ചില നിസ്സാരമായിരിക്കുന്ന പോരായ്മകളായിരിക്കാം, ഈശ്വരാധീനത്തിന്റെ കുറവുകൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗുരുവായൂരമ്പലത്തിൽ മാസം തോറും പോകുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. അവർ പോയി മാസത്തിൽ ഒരു ദിവസം നമ്മൾ പോയി ഗുരുവായൂരപ്പനെ പോയി കണ്ട്, ആണുങ്ങൾ അവിടെ ശയനപ്രദക്ഷിണവും ചെയ്ത് സ്ത്രീകളുടെ നമസ്കാരവും ചെയ്ത് കഴിഞ്ഞ് ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമ്മളുടെ ഈ പ്രാർത്ഥനകൾക്ക്, അതായത് സ്വയം നമ്മൾ മോശമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ പ്രവർത്തിക്കും. ഒരു ഭർത്താവിനെ സ്വയം നന്നായി മനസ്സിലാക്കിയ ആളാണ് സീത എന്നുള്ളത് കൊണ്ട്, ഭർത്താവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഭാര്യയാണ് സീതാദേവി എന്നുള്ളത് കൊണ്ട് ഭർത്താവ് നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് നീ എത്രയും വേഗം ജീവൻ വേണമെങ്കിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. തുളസി രഘുനാഥ നമസ്തേ. അപ്പൊ അങ്ങനെ ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? ഈ ആശ്രമം സഹിതം എടുത്തുകൊണ്ട് സീതാദേവി അങ്ങ് ഈ വിമാനത്തിൽ കയറി, പുഷ്പവിമാനത്തിൽ കയറി കൊണ്ടുപോയി.
കൊണ്ടുപോകുന്ന വഴിക്കാണ് സീതാദേവിക്ക് മനസ്സിലായത് ഇത് നിസ്സാരക്കാരനൊന്നും അല്ല രാവണനെന്ന്. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടപ്പോൾ ആദ്യം കേട്ടത് ജടായുവാണെന്ന്. ജടായു എന്ത് ചെയ്തു? ഉടൻ തന്നെ പറന്ന് അടുക്ക് ചെന്നു. എന്നിട്ട് രാവണനെ തടഞ്ഞു നിർത്തി. ഇപ്പൊ രാവണനെ തടഞ്ഞു നിർത്തിയപ്പോൾ രാവണൻ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നറിയാവൂ? ഞാൻ രാവണനാണ്, ഞാന് ബ്രഹ്മഗോത്രജനാണ്, അതുകൊണ്ട് മര്യാദക്ക് നീ മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ജഡായു പറഞ്ഞു, നീ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് നീ ആദ്യം അറിയട്ടെ. ആരാണ്? ഞാനും ബ്രാഹ്മണ ഗോത്രജനാണ്, സൂര്യസാരഥിയും കശ്യപപുത്രനുമായിരിക്കുന്ന അരുണനാണ് എൻ്റെ അച്ഛൻ. അരുണനെ നമുക്കറിയാം അല്ലേ? അതോടൊപ്പം തന്നെ വിഷ്ണുവാഹകനായിരിക്കുന്ന ഗരുഡൻ എൻ്റെ പിതൃ സഹോദരൻ കൂടിയിട്ടാണ്. സമ്പാദി എൻ്റെ ജ്യേഷ്ഠനാണ്. കിഷ്കന്ധ്യാധിപതിയായിരിക്കുന്ന ബാലി എൻ്റെ ജ്യേഷ്ഠനാണ്. അതായത് അരുണന്റെ മകനാണല്ലോ. അത് അങ്ങനെ മാത്രം വംശമഹാത്മ്യം ഉള്ള ആളാണ് ഞാൻ. പിന്നെ നീ രാവണനാണെന്ന് എനിക്കറിയാം. കാരണം എന്താണ്? എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബാലിയുടെ വാലിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എത്രയോ കാലം വാനരാജാവായിരിക്കുന്ന ബാലിയുടെ പൃഷ്ഠത്തിൽ കിടന്നുകൊണ്ട് അവന്റെ മലം ഭക്ഷിച്ചവരും നീയല്ലേ. അതിനേക്കാൾ വലിയ ഒരു പരാജയമൊന്നും ഒരു മനുഷ്യന് കിട്ടാനില്ലല്ലോ. കാർത്തിവീരാർജുനൻ തോപ്പിച്ചതാണ് നിന്നെ. കൈലാസപർവ്വതം പൊക്കിയെടുക്കാൻ ചെന്നപ്പോൾ കൈ രണ്ട് അകത്തി എന്നപ്പോൾ മഹാദേവന് പാദം ഒന്ന് ചെറുതായിട്ട് ആ വിരലൊന്ന് അമർത്തിയപ്പോൾ അതിൻ്റെ അടിയിൽ കൈ വെച്ചുകൊണ്ട് അലറി വിളിച്ച് കരഞ്ഞവനാണ് നീ രാമനെ ഭഗവാനെ നൃത്തം ചവിട്ടിയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നിനക്ക് പറ്റിയ ആദ്യമൊക്കെ അബദ്ധങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവിടെ നിന്ന് അത് സീതാദേവിയാണ്. ആ സീതാദേവിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ബാല്യകാല സുഹൃത്തായിരിക്കുന്ന ദശരഥന്റെ മകന്റെ ഭാര്യയാണ്. അപ്പോൾ എനിക്കും അതൊരു മകള് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനത് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാകുകയും ആ ലക്ഷ്മണൻ ചന്ദ്രഹാസം കൊണ്ട്, രാവണൻ തൻ്റെ ആയുധമായിരിക്കുന്ന ചന്ദ്രഹാസം കൊണ്ട് ആ ജടായുവിൻ്റെ ശരീരത്തിലെ ചിറകുകളെല്ലാം അരിഞ്ഞ് കളഞ്ഞു. ജടായു തറയിൽ വീണ് കിടന്നു. ഭഗവതി സീതാദേവി ആ ജടായുവിനെ നോക്കിയിട്ട് മനസ്സിൽ അനുഗ്രഹിച്ചു. തൻ്റെ ഭർത്താവ് വന്ന് തൻ്റെ വിവരം പറയുന്ന കാലം സമയം വരെയും ജീവൻ നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നാണ് പറയുക. അങ്ങനെ ജടായു അവിടെ കടന്നു. സീതാദേവിയെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സീതാദേവി നോക്കിയപ്പോൾ ഉണ്ട് ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരുപാട് വാനരന്മാരിയ്ക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, ഇവർക്ക് തൻ്റെ ഭർത്താവിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അതിനൊരു തെളിവ് വേണം എന്നുള്ളത് കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന പല ആഭരണങ്ങൾ എടുത്ത് ഒരു കിഴിയാക്കി അവരുടെ അടുക്കലേക്ക് ഇട്ടുകൊടുത്തിട്ടാണ് സീതാദേവി പോകുന്നത്. അങ്ങനെ സീതാദേവിയെ കൊണ്ട് രാവണൻ എവിടെ ചെന്നു? ലങ്കയിൽ ചെന്നിട്ട് അശോകവനത്തില് ശിംശപാവൃക്ഷത്തിന്റെ ചുവട്ടില് സീതാദേവി അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇവളുടെ മനസ്സ് ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് കുറേ അസുര സ്ത്രീകളെയും കൂടി കൂട്ടിലിരുത്തി. എന്തെല്ലാം പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ശൂർപ്പണക പറഞ്ഞ് എരികേറ്റി കൊടുത്ത് വിട്ടതാണേ. ഒരു മനുഷ്യൻ നല്ല കഴിവും ഗുണവുമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ സ്വയം നശിക്കാൻ പോകുന്നതാണ് ഇതെന്ന് നമ്മൾ ആലോചിക്കണം. അമ്മീ അച്ചു നമസ്തേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിനെ, നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും സ്വയം നമ്മളെ വിശകലനം ചെയ്യാനും വിലയിരുത്താനും നമുക്ക് സാധ്യമാകണം. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തെറ്റുകൾ ഉണ്ടാകും, കുറ്റങ്ങൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും. അത് അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കി അതിനെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും. അപ്പം അതിന് ഈ രാമായണത്തെ പോലല്ലാതെ, രാമായണമല്ലാതെ മറ്റൊരു നല്ല ഗ്രന്ഥമില്ല അത് മനസ്സിലാക്കിച്ചു തരാം. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും സ്വയം നമ്മളായി മാറപ്പെടണം. അപ്പൊ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്തായിരുന്നു എന്ന് അന്നേരം ബോധ്യമാണ്.
അപ്പം എന്തായിരുന്നാലും നമുക്ക് നാളെ ബാക്കി ഭാഗങ്ങൾ പറയാം. എല്ലാവർക്കും ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. തുളസി രഘുനാഥ് നമസ്കാരം പറഞ്ഞെന്ന് തോന്നുന്നു ഇല്ലേ? അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. മഴയാണ്, വെള്ളത്തിലെങ്ങും ആരും ഇറങ്ങല്ലേ. കഴിയുന്നതും ഒരുപാട് യാത്രകൾ പ്രത്യേകിച്ച് പ്രായമുള്ളവരൊന്നും യാത്രയൊന്നും പോകാതെ സ്വസ്ഥമായിട്ടൊക്കെ വീടുകളിൽ ഇരിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞിട്ട് ഇറങ്ങാം. ചിലപ്പം ഈ വെള്ളത്തിലൊക്കെ ചെന്ന് പെട്ടുപോയാൽ എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങളുള്ളവരൊക്കെ അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിക്കുക. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ കേൾക്കണം. ഇറങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങരുത്. ഇപ്പോഴും കാണാം വെള്ളപ്പൊക്കം നല്ല പോലെ കണ്ടത്തിൽ വെള്ളം കയറി കിടക്കുക. വെള്ളം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയാം. കയ്യോ കാലമൊക്കെ ഒന്ന് തെറ്റി വീണു പോയി കഴിഞ്ഞാൽ എന്തൊരു പ്രയാസമാണെന്നുള്ളതറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വെള്ളമൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനൊന്നും വിടരുത്, അത് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴയൊന്നും അധികം നനയാതെ പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അസുഖമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കുന്ന അവസ്ഥകളാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ശ്രദ്ധ വേണം. സുരക്ഷിതത്വത്തോടുകൂടി അവരവരുടെ വീടുകളിൽ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമ്മളൊന്ന് വിശ്രമിക്കാൻ തന്നെ നമ്മൾ തയ്യാറാണ്, പ്രത്യേകിച്ച് പ്രായമുള്ളവർ. പെക്സവി എന്താ അങ്ങനെ പേരിട്ടേന്ന് അറിയത്തില്ല, പയ്യന്നൂർ തളിപ്പറമ്പ് പെക്സവിക്ക് നമസ്കാരം. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലൈവ് ഇന്നത്തെ ദിവസം ഇവിടെ തീരുന്നു. കയ്യേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമിയത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം.